ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ചായ ഉണ്ടാക്കുന്നത് ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പഞ്ചസാരയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചു, അത് തിളച്ച് അതിലേക്ക് പൊടിയിടുകയാണ്. മുട്ടടിച്ചു ആദ്യം, പിന്നെ ചോറിന് വെള്ളം വെച്ചു, എന്നിട്ട് ചായ ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ അതിലേക്ക് പൊടി കുറച്ച് ലൈറ്റ് ചായയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് പാലടുപ്പത്ത് വെച്ചു. പിന്നെ കൊള്ളി ഇഷ്ടമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പുമാണ് ഇടാൻ ഇട്ടത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അടുപ്പത്ത് കുക്കറിൽ ഒരു 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് തുടങ്ങി. പിന്നെ ഇതിലേക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആട്ടപ്പൊടി കൊണ്ട് ഗോതമ്പ് ദോശ. അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ മിക്സിയിലിട്ടിട്ടാണ് അടിക്കുന്നത്. അല്ലെങ്കിൽ കട്ട കുത്തും. നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ കട്ട ഉണ്ടാവും. അപ്പോൾ മിക്സിയിലാകുമ്പോൾ ഒരൊറ്റ അടി അടിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു ഗ്ലാസ് പൊടിയിട്ട് അടിച്ചു. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് പരത്താൻ പറ്റും, അല്ലെങ്കിൽ കട്ട ആയിട്ട് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ദോശ സെറ്റാക്കി അവിടെ അടുപ്പത്ത് ഇത് വെന്തു. കൊള്ളിയിലേക്കുള്ള കടുകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വഴറ്റി കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി വഴറ്റണം. അപ്പോൾ അത് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് ഒരു 2 പച്ചമുളക് മുളക് പൊടി ഞാൻ ഇതിലിടുന്നില്ല, പച്ചമുളകാണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വയ്ക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ വേവിച്ച് വെച്ച കൊള്ളി, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച കൊള്ളി അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും, നല്ല ഇഷ്ടവും ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ദോശയിലേക്കായ കാരണം ഉപ്പേരി ആക്കുന്നില്ല. അപ്പോൾ ദോശയും കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് ഗ്രേവി പോലെ ആക്കുകയാണ്. ദോശയിലേക്കും കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ വേപ്പിൻ്റെ ഇല ഇടുകയാണ് ലാസ്റ്റ്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ കൊള്ളി ഇവിടെ ഇഷ്ടം റെഡിയായി. അപ്പോൾ ദോശയും കൊള്ളിക്കറിയും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് മെഷീനിലേക്ക് തുണികൾ ഇട്ടു. തിരുമ്പാനുള്ള ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. അപ്പോൾ അതിലേക്ക് വെള്ളം തുറന്ന് ടാപ്പിൽ നിന്ന് കണക്ട് ചെയ്തു. വെള്ളം ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് അതിലേക്ക് ഓണാക്കി. എന്നിട്ട് ഉണ്ണീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുട്ടീനെ കുളിപ്പിച്ച് നമ്മളെ ഷമോള് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായി. ഭയങ്കര മടിയാണ് പാപ്പു തിന്നാനൊക്കെ. അപ്പോൾ കുളിച്ച് പാപ്പു കൊടുക്കാൻ പോവാണ്. അപ്പോൾ പാപ്പൊക്കെ കൊടുത്ത് ഉറക്കി. അപ്പോൾ സുഖമായി ഉറങ്ങിയ ബാക്കിയുള്ള പണിയിലേക്ക് എനിക്ക് കിടക്കാം. അപ്പോൾ മെഷീന് വീണ്ടും വെള്ളം കളഞ്ഞ് ഓണാക്കി. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മത്തിക്കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മത്തിയൊക്കെ നന്നാക്കി പൂച്ചകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ തലൊക്കെ കഴിക്കാൻ. അങ്ങനെ മീൻ നന്നാക്കി പൂച്ചകൾക്കൊക്കെ കൊടുത്ത് ബാക്കി മീൻ സെറ്റാക്കാം. കറി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മസാല പരട്ടാൻ ചുവന്നുള്ളി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വറക്കാനുള്ളത് ഞാൻ പരട്ടി മാറ്റി വെക്കാനാണ്. അപ്പോൾ കറി വെക്കുന്ന ചട്ടിയിൽ തന്നെ പരട്ടി വെച്ചു. പരട്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച പിന്നെ അതിലേക്ക് കറി സെറ്റ് ചെയ്യാമല്ലോ. അപ്പം കുറച്ച് ആദ്യം ചുവന്നുള്ളി ചതച്ചത് ഇട്ടു കറിയിലേക്കാണ്. പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഇഞ്ചി സിമ്പിളായിട്ടാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അധികം മസാലകളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് നാടൻ രീതിയിൽ ഒരു മത്തിക്കറി ഉണ്ടാക്കാം. മുളകിട്ടിട്ട് വെക്കാനാണ്. അപ്പോൾ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഇട്ടു. കുറച്ച് കറിവേപ്പിലയും ഇട്ടു. എന്നിട്ട് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി,
പിന്നെ മുളകും പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ച് 1/2 ടീസ്പൂൺ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 4 പച്ചമുളക് നടു കീറിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു തക്കാളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു. അടുപ്പിലാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഗ്യാസിൽ വെക്കുന്നില്ല, ചട്ടി ആയ കാരണം, മൺചട്ടി ആയ കാരണം അടുപ്പത്താണ് വെക്കുന്നത്. പിന്നെ കൂട്ടാൻ തിളച്ചതിന് ശേഷമാണ് മീൻ ഇടുന്നത്, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകും. അപ്പോൾ നന്നായി തിളച്ചു, മീനൊക്കെ ആഡ് ചെയ്തു, നന്നായി ഇളക്കി അതിലേക്ക് മാറ്റി വെച്ചു. പിന്നെ മീൻ വറക്കാനുള്ള ഇത് ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ചു. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് വറുക്കണയിലേക്ക്. അപ്പോൾ അതൊക്കെ ഇട്ട് വറുത്ത് സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ കറിയും സെറ്റായി. ഉള്ളി കാച്ചി ഒഴിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് ചോറൊക്കെ കൊടുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കി. ഭക്ഷണമൊക്കെ കഴിച്ചു. ഉണ്ണീനെ ആയിട്ട് അംഗൻവാടിയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉണ്ണിക്ക് മാമൂക്ക് കൊടുത്ത് ഞങ്ങൾ അംഗൻവാടിക്ക് പോവാണ്. അപ്പോൾ അംഗൻവാടിയിലെത്തി പൊടി മേടിക്കാൻ പോവാണ്. ഉണ്ണിക്കുള്ള പൊടി എല്ലാ മാസവും കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ പോയി ഉണ്ണികളായിട്ട് കളിക്കാൻ കുറച്ച് നേരം അവിടുത്തെ പിള്ളേരായിട്ട് കളിച്ചു. അപ്പോഴാണ് ടീച്ചർ പറഞ്ഞു അവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരം ഇരിക്കാം. ഈ അമ്മമാർക്കുള്ള മീറ്റിംഗ്, ഗർഭിണികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്. അപ്പോൾ പാലും വെള്ളവും പിന്നെ റാഗി കുറുക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ തന്നു, എല്ലാവരും കുട്ടികൾക്കൊക്കെ കൊടുത്തു. പൊടിയൊക്കെ മേടിച്ച് ഞങ്ങൾ മടങ്ങി. കുറച്ച് നേരം ഉണ്ണി അവിടെ അവരേനൊക്കെ ആയിട്ട് കളിച്ചു. അങ്ങനെ പൊടിയൊക്കെ മേടിച്ച് ഉണ്ണിനായിട്ട് ഞാൻ വീട്ടിലേക്ക് അംഗൻവാടിയിൽ നിന്ന് മടങ്ങി. അംഗൻവാടി വിട്ടു. അപ്പോഴേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 മണിയാകുമ്പോഴാണ് പോയത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അംഗൻവാടി വിട്ടു. അപ്പോൾ എല്ലാ കുട്ടികളും അമ്മമാരായിട്ട് പോവുകയാണ്. പൊടി മേടിച്ച് വീട്ടിലേക്ക് വന്നു. പൊടിയപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടേക്കാന്ന് വിചാരിച്ചത്. മറ്റേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വല്ല എലിയോ ഒക്കെ കടിച്ച് നാശമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു ടിന്നിലിട്ടേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ടിന്നിലൊക്കെ അടച്ച് വെച്ചു. അങ്ങനെ ഉണ്ണീനെ ഉറക്കി പിന്നെ വൈകിട്ടിലേക്കുള്ള പണികൾ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ തിരുമ്പി വെച്ചിട്ടുള്ള തുണികൾ ഒക്കെ അഴയ്ക്കുമ്പോൾ നിർത്തിയിട്ടു. ഡ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തോരട്ടു അഴയ്ക്കുമ്പോൾ. അപ്പോൾ ഉണ്ണിനെ ഉറക്കിയിട്ട് ചെയ്താലേ സമ്മതിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വാശി പിടിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം തോരട്ടു. പിന്നെ വൈകിട്ട് അടിച്ചോരി ഇടാമെന്ന് വിചാരിച്ചു. അടിച്ചോരി തുടച്ചിടണം. വിളക്ക് കത്തിക്കാറായി. അപ്പോൾ അകന്മാരൊക്കെ അടിച്ചോരി. അപ്പോൾ എന്നിട്ട് തുടച്ചു. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചായയുടെ സമയമായി. അപ്പോൾ ചായ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചാലോ എന്ന് വിചാരിച്ചു. ഒരു മാങ്ങ നോക്കിയപ്പോൾ കുറച്ചുള്ളൂ, എല്ലാവർക്കും തികയില്ല. അപ്പോൾ ഞാൻ അതിൽ കൂടെ ഒരു ആപ്പിളും കൂടി എടുത്തു. ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു, കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആപ്പിളും കൂടി എടുത്തു, അത് നുറുക്കി. പിന്നെ കുറച്ചുകൂടി ഒരു റിച്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 4 ഈത്തപ്പഴവും ഒരു 4 ബദാമും കൂടി ഞാൻ ഇട്ടു. ആദ്യം ഇതൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല, വെറും ഒരു മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു 4 ബിസ്ക്കറ്റ്, ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതും അതിലേക്ക് ഇട്ടു. ഒരു 5 ബിസ്ക്കറ്റും ഇട്ടു. അങ്ങനെ ജാറിലിട്ട് നമ്മൾ അടിച്ചു. കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ മാങ്ങ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഒരു ആപ്പിളും 4 ബദാമും ഈത്തപ്പഴവും 4 ബിസ്ക്കറ്റും ഒക്കെ ഇട്ടിട്ടൊരു ഷേക്ക് പോലെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും അതിൽ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ കിട്ടണില്ല, നല്ല കട്ടായിരുന്നു. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടു. കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പാലൊഴിച്ചു. പിന്നെ ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാര അതും ഇട്ടു. ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ചേട്ടനൊക്കെ വരുമ്പോഴേക്കും ജ്യൂസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചായ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ജ്യൂസ് അടിക്കാം, ഷേക്ക് പോലെ അടിക്കാമെന്ന് വിചാരിച്ചു. ഷേക്കോ ജ്യൂസാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇങ്ങനൊരു മോഡലാക്കി എല്ലാം കൂടി ചേർത്ത് ഷേക്ക് പോലെ ആക്കി. അങ്ങനെ നമ്മുടെ ഇവിടെ ഷേക്ക് സെറ്റായി. ഷേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഗ്ലാസ്സിലൊഴിച്ചു. ഒരു ഗ്ലാസ് ഞാൻ തന്നെ കുടിച്ചു ആദ്യം. കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബദാം ഒക്കെ പണികളൊക്കെ എനിക്ക് ഭയങ്കര വിശപ്പും ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ഒരു ഗ്ലാസ് കുടിച്ചു, ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചു, ചേട്ടൻ വരുമ്പോൾ കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.